Hi everyone, welcome to the world of English. It is me, Iyas sir from M Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ? എടാ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ അപ്രിസിയേഷനെ കുറിച്ചിട്ട്. സോ പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ഓഫ്ലൈനിലെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, സാർ അപ്രിസിയേഷൻ എഴുതാനൊക്കെ അറിയാം, പക്ഷെ അതിന്റെ ഫോർമാറ്റ് എങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞുതരോ? അപ്രിസിയേഷന്റെ പോയിന്റ്സ് ഒക്കെ കയ്യിലുണ്ട്, ആദ്യം എന്താ കൊടുക്കുന്നത്, തീം എഴുതണോ മെസ്സേജ് എഴുതണോ? നിങ്ങൾക്കൊക്കെ അത് ഡൗട്ട് ഉണ്ടാവില്ലേ? എന്നാ നോക്കിക്കോ, അപ്രിസിയേഷന്റെ ഫോർമാറ്റ് സാർ ഈ വീഡിയോയുടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നോക്കിക്കോടാം. ആദ്യം അപ്രിസിയേഷൻ എഴുതുമ്പോൾ എന്ത് വേണം? ടൈറ്റിൽ വേണം. അതിന് മുന്നേ സാർ മറ്റൊരു കാര്യം പറഞ്ഞു തരാം. സാധാരണയായിട്ട് എല്ലാ എക്സാമിനും എന്തുണ്ടാവും? നമ്മുടെ അപ്രിസിയേഷൻ ചോദിക്കും. 5 മാർക്കിനായിരിക്കും എന്ത് ചോദിക്കുക? അപ്രിസിയേഷൻ ചോദിക്കുക. 5 മാർക്കിന് അപ്രിസിയേഷൻ ചോദിക്കുമ്പോൾ എത്രത്തോളം എഴുതണം എന്നുള്ളതിന്റെ വീഡിയോ ഒക്കെ സാറ് മുൻപ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്രിസിയേഷൻ എങ്ങനെ എഴുതണം, എന്തെല്ലാം കാര്യം ആദ്യം ഉൾപ്പെടുത്തണം എന്ന് നോക്കിക്കോളാം. ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ എന്താണ് അപ്രിസിയേഷൻ ടൈറ്റിൽ കൊടുക്കാം? ഒന്നെങ്കിൽ എന്ത് കൊടുക്കാം? നെയിം ഓഫ് ദ പോയം, പോയത്തിന്റെ പേര് കൊടുക്കുക. അവിടെ ഉദാഹരണം നമ്മുടെ 10ാം ക്ലാസ്സിൽ ഒരു പോയിന്റ്, അതായത് അനദർ ഡേ ഇൻ പാരഡൈസ്, അല്ലെങ്കിൽ ദ സീഡ്ലിംഗ്, അല്ലെങ്കിൽ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂലി. ഇതിന്റെ ഏതെങ്കിലുമൊക്കെ അപ്രിസിയേഷൻ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം സാരം എന്താ ചെയ്യാം? സീഡ്ലിംഗ് പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? അപ്പൊ നിങ്ങൾ ദ സീഡ്ലിംഗ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തുടങ്ങാം. മനസ്സിലായോ? ദ സീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടൈറ്റിൽ അങ്ങനെ കൊടുത്ത് തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രിസിയേഷൻ എന്ന ഹെഡിങ് കൊടുക്കാം. ഇങ്ങനെ 2 ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടല്ലേ, കണ്ടോളാം. ഓർ ടൈറ്റിൽ ഓഫ് യുവർ ചോയ്സ്, നിങ്ങളുടെ ചോയ്സിലുള്ള നിങ്ങൾക്ക് പറ്റിയ ചോയ്സിലുള്ള ടൈറ്റിൽ എന്ത് ചെയ്യാം? കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ. യുവർ ചോയ്സ് ആണ്. രണ്ടാമത് വേണ്ടത് ഇൻട്രൊഡക്ഷനാ. എടാ ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ ഓതർ ദ തീം ഓഫ് ദ പോയം ഇൻ ജനറൽ എന്ന് പറയുന്നുണ്ട്. എടാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഉദാഹരണം നമ്മളെ വൈൽഡ് സ്വാൻസ് അറ്റ് കൂളിനെ കുറിച്ച് സാറ് പറഞ്ഞുതരാം. The poem Wild Swans at Cooley, written by the famous poet W.B. Yeats. അതാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനുശേഷം ഈ പോയത്തിന്റെ ജനറൽ തീമിനെ കുറിച്ച് പറയണം. മെയിൻ തീംസ് ഉണ്ട്, സോ അതിനൊന്ന് ജനറലൈസ് ചെയ്തിട്ട് പറയാം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈൽഡ് സ്വാൻസ് അറ്റ് കൂളിയുടെ തീം എന്താ? തീം എന്ന് പറയുന്നത് പാസേജ് ഓഫ് ടൈം ആണ്. ജനറലി ദ പാസേജ് ഓഫ് ടൈം ആണ് ഇതിന്റെ തീം എന്ന് ചെയ്യാം, സിമ്പിൾ ആയിട്ട് പറയാം. അതിനുശേഷം ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ പോയം, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ പോയം അല്ല, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ തീം. അങ്ങനെ തീം എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് എങ്ങനെയാണ് ആ തീമിലേക്ക് എത്തിയിട്ടുള്ളത് ഈ പോയം എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ എങ്ങനെ എത്തിയിട്ടുള്ളത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, 59 അരയന്നങ്ങൾ എണ്ണാൻ വേണ്ടിയിട്ട് 19 വർഷമായിട്ട് കൂളി തടാകത്തിലേക്ക് വരുന്ന ഒരു പോയറ്റിന്റെ സ്റ്റോറി ആണല്ലേ, ഒരാളുണ്ട്, അയാളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 59 അരയന്നങ്ങൾ എണ്ണാൻ വേണ്ടി 19 വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ എന്തുണ്ട്? അയാൾക്ക് അയാളുടെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു, പക്ഷെ അരയന്നങ്ങളെ ബ്യൂട്ടി അവിടെ തന്നെ ഉണ്ട്. അതാണ് ആ തീമിലേക്ക് എത്താനുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യണം. സോ തീം ഇതാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അതിന്റെ തീമായി എന്നും കൂടി ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. സിമ്പിൾ ആയിട്ട് കൊടുക്കണം കേട്ടോ. പിന്നുള്ളത് എന്താ? എക്സ്പ്ലെയിൻ poetic device. Poetic device means figure of speech കേട്ടോ. സോ ഫിഗർ ഓഫ് സ്പീച്ചിനെ മെൻഷൻ ചെയ്യുക. സോ സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അടിപൊളിയാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? അപ്രിസിയേഷനിൽ കൊടുക്കുക. കറക്റ്റ് ഓർഡർ ഫോളോ ചെയ്ത് എഴുതണം, മറന്നു പോകരുത്. ടൈറ്റിൽ, ഇൻട്രൊഡക്ഷൻ, തീം, ദെൻ പിന്നെ പോയറ്റിക് ഡിവൈസ്, ഏറ്റവും ലാസ്റ്റ് വരുന്നത് കൺക്ലൂഷൻ. എന്താണ്? കൺക്ലൂഷൻ വേണം. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ, സോ റെലവൻസ് ഓഫ് ദ ലൈൻസ് മോസ്റ്റ് യുവർ റീസൺ എന്ന് പറയുന്നുണ്ട്. നമ്മൾക്ക് ഈ പോയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻസ് ഏതാണ്, അതുപോലെ എന്തുകൊണ്ടാണ് ആ ലൈൻസ് ഇഷ്ടപ്പെട്ടു എന്ന് ഉള്ളതും കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു അപ്രിസിയേഷനിൽ നിർബന്ധമായിട്ട് എഴുതണം. ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് അപ്രിസിയേഷൻ ഫോളോ ചെയ്ത് എഴുതുകയാണെങ്കിൽ, എടാ മറന്നു പോകണ്ട, നിങ്ങൾക്ക് 5 മാർക്കിനാണ് ചോദിക്കുക. നിങ്ങൾക്ക് 5 മാർക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും, ഒരു ടെൻഷനും വേണ്ട. ഇപ്പൊ മനസ്സിലായല്ലോടാ എങ്ങനെയാണ് അപ്രിസിയേഷൻ എഴുതുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ക്രിസ്മസ് എക്സാം ആയാലും നമ്മുടെ ഏത് എക്സാം ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് നമ്മുടെ അപ്രിസിയേഷൻ എഴുതിയിട്ട് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോ, സാറോട് റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.